മലബാർ മേഖലയിൽ ഏറ്റവും ഗൗരവമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര നിയോജക മണ്ഡലം. ഈ വടകര നിയോജക മണ്ഡലം ഏറ്റവും ഗൗരവമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യമാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യം എന്നത് ആവർത്തിക്കേണ്ടുന്ന സംഭവമല്ല. ജനാധിപത്യത്തെ അറുവര ചെയ്യുകയും വിയോജിപ്പുള്ള ആളുകളെ വിട്ടുവീഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി. ഒരുപക്ഷെ കേരളത്തിൻ്റെ അഴീക്കോടൻ കൊലപാതകത്തിന് ശേഷം ഇത്രയും ഭീകരമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം ഉണ്ടെങ്കിൽ അത് സത്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ പിന്നെ കൊല ചെയ്യപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള വാശി CPIM-ൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും പി ജയരാജൻ, വത്സൻ പനോടി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടി സംഘടനാ സംവിധാനവും ഒന്നാകെ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ ആ പാർട്ടി സംഘടനാ സംവിധാനത്തിനകത്തുള്ള ഒരു വിഭാഗം അതിൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്തത് ശരിയായിരുന്നു എന്ന് സമർത്ഥിക്കപ്പെടണമെന്നുള്ള അങ്ങേയറ്റം നീചവും ദുരുപദിഷ്ടിതവും ജപുക്ഷാപകവുമായിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ തുടക്കം കുറിക്കണമെന്ന് പറയുന്ന പൊളിറ്റിക്സാണ് ഇവിടെ വരുന്നത്. നിർഭാഗ്യവശാൽ അല്ല, ഒരുപക്ഷെ പിന്നെ അതിനുള്ള ഒരു പ്രൊപ്പഗൻഡ മിഷണറിയുടെ ഇരയാക്കപ്പെടാൻ മാത്രം നിയോഗിക്കപ്പെട്ടത് ഈ KK ശൈലജ ടീച്ചർ എന്ന് പറയുന്ന മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ്. ഇവിടെ വരുന്ന രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഒന്ന്, കേരള രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും വലിയൊരു വ്യാജ നിർമ്മിതിയിൽ ബലൂൺ പോലെ ഊതി വീർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശൈലജ ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ നേരത്തെ വന്നിട്ടുള്ള എന്താ പറയുക, കോവിഡ് കാലത്ത് വന്നിട്ടുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന പരീക്ഷണങ്ങൾ നടത്തുകയും അത് മുഴുവൻ തന്നെ വളരെ ഭംഗിയായി അത് പരിഹരിക്കപ്പെടുകയും അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് വളരെ എന്താ പറയുക പൊതുസ്വീകാര്യ മണ്ഡലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്ന് പറയാവുന്ന ഒരു ചിത്രമുണ്ട് എങ്കിൽ പോലും ഇതെല്ലാം തന്നെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്താ പറയുക കാപട്യമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ തെളിയിക്കപ്പെട്ടതിനേക്കാൾ പ്രധാനമായി വരുന്നത് ഇതിൻ്റെ പിറകിൽ വന്നിരിക്കുന്ന കോടികളുടെ അഴിമതികൾ റിവീൽ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുത്തനായി ഈ ടീച്ചർ മറുപടി പറയേണ്ടി വരുന്ന ഒരു വിഷയം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്ക് വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഗവേഷണം നടത്തുന്നതിനുള്ള സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പുകളുടെ കഥയുണ്ട്. ഈ തട്ടിപ്പുകളുടെ കഥക്കകത്ത് വാങ്ങിയിരിക്കുന്ന കമ്മീഷൻ്റെ തുക വളരെ കൃത്യമായി മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും എത്തിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയും ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും തമ്മിൽ ഗൗരവമേറിയിരിക്കുന്ന പിശകുകൾക്ക് അല്ലെങ്കിൽ വിയോജിപ്പുകൾക്ക് അല്ലെങ്കിൽ ഭിന്നിപ്പുകൾക്ക് ഇടയാക്കിയത് എന്ന് പറയുന്ന ഗൗരവമായിരിക്കുന്ന ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സംഭവത്തോടൊന്നും തന്നെ പ്രതികരിക്കാതിരിക്കും. ഒരുപക്ഷെ പത്രമാധ്യമങ്ങൾ പോലും ആ വിഷയത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റി നിർത്തി എടുത്തു വെച്ചാണ് കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഈ പറയുന്ന ശൈലജ ടീച്ചർ നടത്തുന്ന പ്രചരണങ്ങൾ പാർട്ടിയുടെ അറിവോടും പാർട്ടിയുടെ സമ്മതത്തോടും എത്രമാത്രം വ്യാജമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ചിത്രം ഉണ്ടായിത്തീരുന്നത്. രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ടാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. UDF-ൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയം വിയോജിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ളവരാണ് എല്ലാ മനുഷ്യന്മാരും. ആ മനുഷ്യന്മാരായിരിക്കുന്നവർക്ക് ജീവിക്കാനും സമരം ചെയ്യാനും വിയോജിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സുപ്രധാനമായിരിക്കുന്ന ഒരു സമരത്തിൻ്റെ മേഖലയും കൂടിയാണ് വാസ്തവത്തിൽ ഈ വടകര നിയോജക മണ്ഡലം എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയമായിരിക്കുന്ന പ്രാധാന്യം. ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ തലശ്ശേരി, കൂത്തുപറമ്പ് ഈ രണ്ട് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തെ കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് വിജയം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വ്യാമോഹമാണ് വാസ്തവത്തിൽ ടീച്ചർ നടത്തുന്നത് എന്നുള്ള ഒരു പരാമർശം സ്വാഭാവികമായി വന്നിട്ടുണ്ട്. ആ പരാമർശം സ്വാഭാവികമായിട്ടും ശരിയാവാനാണ് സാധ്യത. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, വടകര നിയോജക മണ്ഡലത്തിൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭൂരിപക്ഷത്തെ നിർണ്ണയിക്കുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് അതിലെ മതന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ പങ്കാളിത്തമാണ്. ഈ മതന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ പങ്കാളിത്തത്തെ നിർവീര്യമാക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളാണ് അവിടെ നടത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരായി വന്നിട്ടുള്ള ഒരു എന്താ പറയുക മോർഫ് ചെയ്തിരിക്കുന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നു. ഈ ഭൂമി ദുനിയാവിൽ ഒരാളും തന്നെ ആ ചിത്രം ഇതുവരെ ആരും കണ്ടിട്ടില്ല. കാണാത്തൊരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ദുർബലമാക്കപ്പെടുകയും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സക്രിയമായിരിക്കുന്ന അല്ലെങ്കിൽ ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനുണ്ടായിരിക്കുന്ന ആയുധപ്പുരകൾ ഇല്ലാതായി തീരുകയും ചെയ്യുമ്പോൾ വരുന്ന നിസ്സഹായാവസ്ഥയാണ്. ഈ നിസ്സഹായാവസ്ഥയിൽ ഏറ്റവും സൂക്ഷ്മമായ മറ്റൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതോടൊപ്പം തന്നെ പറയുക. അതിലൊന്ന്, KK രമ കരഞ്ഞത് ഈ കേരളീയ പൊതുസമൂഹം കണ്ടത് എപ്പോഴാണ്? KK രമ പൊട്ടിക്കരഞ്ഞത് ഈ കേരളീയ സമൂഹം കണ്ടത്
ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഇതാണ് വാസ്തവത്തിൽ കേരളീയ ഭൂസ്വം കണ്ടിരിക്കുന്ന ഏറ്റവും ദുഃഖകരവും ഏറ്റവും ഒരുപക്ഷെ മനസാക്ഷി പോലും ഉള്ളാലെ നീറിപ്പോയിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു കരച്ചിലിന് ശേഷം കെ രമ കരഞ്ഞതായി ഈ കേരളീയ ഭൂസ്വത്തിൽ ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടോ? കെ രമ അതിനുശേഷം ഒരിക്കൽ പോലും കെ രമ കരഞ്ഞതായിട്ട് ചിത്രം കേരളീയ ഭൂസ്വത്തിൽ ആരും കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിയമസഭക്കകത്ത് വെച്ച് പോലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആക്ഷേപിക്കുകയും അധാർമിക പ്രയോഗം നടത്തി അപമാനിക്കുകയും ചെയ്തപ്പോൾ ഈ ടീച്ചർ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു ചോദ്യം ഈ വടകരയുടെ മുക്കിലും മൂലയിലും മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിൻ്റെ അകത്തെ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മണ്ഡലത്തിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാതിരിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യാണെന്ന് പറഞ്ഞാൽ ടീച്ചർ ഗദ്ഗത കണ്ഠയായി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ കാവട്യത്തിൻ്റെ ഒരു വലിയ സംഭവമായിട്ട് റിവീൽ ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ട്. ഇത് ശരിക്കും എന്താണെന്ന് അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന വോട്ടുകൾ പോലും അവരിൽ നിന്ന് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, അതിനോട് ചുമതല വഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരിക്കൽ പോലും ജനാധിപത്യപരമായി നിങ്ങൾക്ക് പ്രസംഗിക്കാനും സംസാരിക്കാനും പെരുമാറാനുമുള്ള സാധ്യതയെ നിഷേധിക്കുന്ന രാഷ്ട്രീയ ഉപകരണങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ട് സ്വാഭാവികമായും ഇവിടെ ലഭിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കായിരിക്കും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവും ഉണ്ടാവുകയില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ ടെററൈസിങ് സംഭവത്തിലേക്ക് അത് കൊണ്ടുപോയി. അതായിരുന്നു വാസ്തവത്തിൽ പാനൂരിൽ നടന്നിരിക്കുന്ന ബോംബ് സ്ഫോടനം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയത്. അതെന്തിനായിരുന്നു ഉണ്ടാക്കിയതെന്ന ചോദ്യത്തിന് പോലും അവർക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മറുപടി പറയാൻ പറ്റാതിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിലും കൂടിയാണ് ഈ വടകരയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്ന സംഭവം ഈ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ്, കണ്ണൂർ ഈ പറയുന്ന 3 മണ്ഡലങ്ങൾക്കകത്തും UDF മേൽക്കോയ്മയും മേധാവിത്വവും തുടരുകയാണെന്ന് മാത്രമല്ല, നേരത്തെ ഉള്ളതിനേക്കാളേറെ വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വടകരയിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ് സ്വാഭാവികമായും നമുക്ക് നിരീക്ഷിക്കാവുന്നത്. ഇത് ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. ഇതിൽ വരുന്ന മറ്റൊരു വിഷയം, BJPയുടെ വോട്ട് മുഴുവൻ തന്നെ CPM സ്ഥാനാർത്ഥിക്ക് ചെയ്ത് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് നടക്കുകയാണെങ്കിൽ അതൊരിക്കലും അസ്വാഭാവികമാണ്, നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെയും വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, പൊതുജനത മധ്യത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനം CPM. മാത്രവുമല്ല, മുഖ്യമന്ത്രിയും സകുടുംബവും ആരോപണത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാവുന്ന ഒരു ചോദ്യത്തിന് ഈ വടകരയിലെ ജനങ്ങളുടെ മുമ്പിൽ ഇവർ ഉത്തരം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വടകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കകത്തെ പഴയ ജനസംഘത്തിൻ്റെതായിരിക്കുന്ന പ്രാമുഖ്യമുള്ള ആളുകളുടെ വോട്ടുകൾ മുഴുവൻ തന്നെ എന്താവും എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ BJPക്ക് പോലും BJPയുടെ സ്ഥാനാർത്ഥിക്ക് പോലും ലഭിക്കാത്ത ഒരു ചിത്രം ഉണ്ടാവുകയും അത് UDF സ്ഥാനാർത്ഥിക്ക് ജനാധിപത്യത്തിൻ്റെ മേലെ വിജയിക്കാനുള്ള സാധ്യതയെ നിർമ്മിക്കുകയും ഒപ്പം അതൊരു CPM വിരുദ്ധ വോട്ടായി മാറുകയും ചെയ്യുന്ന അല്ലെങ്കിൽ CPM ഇതര വോട്ടായി മാറുകയും ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയ ഏറ്റവും മനോഹരമായി നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലവും കൂടിയാണ് വടകര നിയോജക മണ്ഡലമെന്ന് നിസ്സംശയം പറയാവുന്നതാണെന്നാണ് തോന്നുന്നത് ശരിക്കും.